ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചർച്ച ചെയ്ത് നിർത്തിയത്? യെസ്, we take the topic what is lithosphere and decay in the process of lithosphere. We know lithosphere means the soil and the rock particles in an earth is called a lithosphere. Litho means stone. We know. ലിത്ത് എന്ന് പറഞ്ഞാൽ പാറയാണ്, കല്ലാണ്, സ്റ്റോൺ ആണ് എന്ന് നമുക്കറിയാം. സ്റ്റോണും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സോയിലും അടങ്ങുന്നതാണ് ലിത്തോസ്ഫിയർ എന്നുള്ള സ്ഫിയർ. ബയോസ്ഫിയറിലെ ഒരു ഭാഗമായിട്ടുള്ള ലിത്തോസ്ഫിയർ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. ഈ ലിത്തോസ്ഫിയറിനെ മനുഷ്യന്റെ കരങ്ങളാൽ human beings, they exploited our lithosphere hardly. ഈ ലിത്തോസ്ഫിയറിനെ മനുഷ്യൻ അമിതമായിട്ട് ചൂഷണം ചെയ്യുകയാണ്. ഏതെല്ലാം വിധത്തിൽ എന്നാ പറഞ്ഞത്? യെസ്, മൈനിങ് ഓഫ് സാൻഡ് സോയിൽ. റിവറിൽ നിന്ന്, നദിയിൽ നിന്ന് മണ്ണെടുക്കുന്നത്, പാടങ്ങളിൽ നിന്ന് ക്ലേ എടുക്കുന്നത്, കളിമണ്ണ് എടുക്കുന്നത്, കുന്നുകൾ ഇടിക്കുന്നത്, ഡിസ്ട്രക്ഷൻ ഓഫ് ഹിൽ, കുന്നുകൾ ഇടിക്കുന്നത്. These all are under by human beings. എല്ലാ മനുഷ്യരുടെ കൈകൊണ്ടാണ് നമ്മുടെ ലിത്തോസ്ഫിയർ നശിക്കുന്നത്, അല്ലേ? അല്ലാന്ന് പറയാൻ കഴിയോ ആർക്കെങ്കിലും? നോ. ഇത് മാത്രമല്ല, ഈ ഒരു പാടങ്ങളിൽ നിന്ന് ക്ലേ എടുക്കുന്നത്, ഈ ഒരു റിവറിൽ നിന്ന് മണ്ണെടുക്കുന്നത്, ഇങ്ങനെ കുന്നുകൾ ഇടിക്കുന്നത്, ഇത് മാത്രമല്ല. Deforestation is a very example of man's exploitation. ഈ ലിത്തോസ്ഫിയറിനെ നശിപ്പിക്കാൻ മനുഷ്യന്റെ കരങ്ങൾ ഉപയോഗിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ആണ് ഡീഫോറസ്റ്റേഷൻ, വന നശീകരണം എന്ന് പറയുന്നത്. വനങ്ങൾ നമ്മൾ എഫോറസ്റ്റ് ചെയ്യല്ല, വനങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നില്ല, എവിടെയും വെച്ച് പിടിപ്പിക്കുന്നില്ല. പകരം നമ്മൾ ഓരോ മരങ്ങളായി, ഓരോ വൃക്ഷങ്ങളായി, ഓരോ ചെടികളായി, ഓരോ സംഭവങ്ങളായി നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കുന്നു, ഡീഫോറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? ഈ ഡീഫോറസ്റ്റേഷൻ ലിത്തോസ്ഫിയറിന് ഒരു വളരെ വലിയൊരു സംഭവമാണ്. ഇത് ലാൻഡ്സ്കേപ്പ് പോലുള്ള സംഭവങ്ങളെല്ലാം, അപകടങ്ങളെല്ലാം, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എല്ലാം ഉണ്ടാകുന്നത് ഇതിലൂടെയാണ്. ലാൻഡ്സ്കേപ്സ് എന്നൊക്കെ പറഞ്ഞാല് ഉരുൾപൊട്ടൽ നമ്മൾ കേട്ടിട്ടില്ലേ? പ്രളയം. കേരളത്തിൽ ഇപ്പൊ പ്രളയം പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഈ പ്രളയം നടക്കുന്ന ഒരേ സമയത്ത് തന്നെ ഇത് എന്തുകൊണ്ട്? By the hands of human beings, by the exploitation of human beings. മനുഷ്യന്റെ എക്സ്പ്ലോയിറ്റേഷൻ, മനുഷ്യന്റെ കരങ്ങളാൽ, മനുഷ്യന്റെ കയ്യിനാൽ തന്നെയാണ് ഒരു ലിത്തോസ്ഫിയർ നശിക്കുന്നത്. മനുഷ്യർ തന്നെയാണ് അതിനെ അനുഭവിക്കേണ്ടത്. പിന്നെ അൺസയന്റിഫിക് പ്രാക്ടീസ് ഓഫ് അഗ്രികൾച്ചർ, അതായത് ഒരു തർത്തീവില്ലാത്ത അഗ്രികൾച്ചർ നമ്മൾ പറയും. അടുക്കും ചിട്ടയും ഇല്ലാത്ത കൃഷിയാണെങ്കിൽ കൃഷി. അവിടെ തന്നെ പിന്നെ എന്താണ്? നമ്മൾ പറഞ്ഞ ക്രോപ്പ് കൾട്ടിവേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സയന്റിഫിക് വശങ്ങളുണ്ട്. ജൈവ കീടനാശികൾ, പെസ്റ്റിസൈഡ്സ് ആയിക്കോട്ടെ, ഫെർട്ടിലിറ്റി ആയിക്കോട്ടെ, ഫെർട്ടിലൈസേഴ്സ് ആയിക്കോട്ടെ, വളങ്ങൾ ഇടുന്നതായിക്കോട്ടെ, that all are in chemical contents into soil. നമ്മൾ സോയിൽ ആഡ് ചെയ്യാണ് കെമിക്കൽ, നോട്ട് ബയോ. ജൈവമല്ല. ഭൂമിക്ക് ഇഷ്ടമുള്ളതല്ല, ഇഷ്ടമില്ലാത്തതാണ്. എല്ലാ മനുഷ്യന്റെ കരങ്ങളാൽ, മനുഷ്യന്റെ ഹാൻഡിലാണ്, മനുഷ്യനാലാണ് ലിത്തോസ്ഫിയർ നശിക്കുന്നത് എന്ന് നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു, അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് വരാം. ബയോസ്ഫിയറിലെ ഒരു ഭാഗമായിട്ടുള്ള ലിത്തോസ്ഫിയർ ആണ് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞത്. ഈ ലിത്തോസ്ഫിയർ കഴിഞ്ഞാൽ ഹൈഡ്രോസ്ഫിയർ ആണ് നെക്സ്റ്റ് ഉള്ളത്. നെക്സ്റ്റ് ഒരു മണ്ഡലം, നെക്സ്റ്റ് ഒരു ഭാഗം എന്ന് പറയുന്നത് ഹൈഡ്രോസ്ഫിയർ ആണ്. വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ? All the solid and liquid form of water that all part of the hydrosphere. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ
ഖരാവസ്ഥയിലുള്ളതായിട്ടുള്ളതും ദ്രാവകാവസ്ഥയിലുള്ളതായിട്ടുള്ളതുമായിട്ടുള്ള വാട്ടർ വെള്ളത്തിനെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ്? സോളിഡ് ഫോമിൽ വാട്ടറോ? വാട്ടർ എന്ന് പറഞ്ഞാല് ലിക്വിഡ് ഫോമിലല്ലേ? ആണോ? യു നോ നോർത്ത് പോളാർ ആൻഡ് സൗത്ത് പോളാർ. ദീസ് റീജിയൻസ് നോർത്ത് പോളാറിലും സൗത്ത് പോളാറിലുള്ളതുമായിട്ടില്ല. അതായത് പോളാർസിലുള്ള പോളുകളിലുള്ള റീജിയൻസിൽ എന്തായിരിക്കും? കൂടുതൽ കോൾഡസ്റ്റ് റീജിയൻ ആയിരിക്കും അവിടെ. വെരി കോൾഡസ്റ്റ് റീജിയൻ ആയിരിക്കും അവിടെ. സോ because of that reasons all the rivers and other water that are situated in frozen form, that is solid form water. അതാണ് ഖരത്തിലുള്ളതായിട്ടുള്ള വെള്ളം എന്ന് പറയുന്നത്. സോളിഡ് ഫോം ഓഫ് വാട്ടർ. നമ്മൾ കണ്ടിട്ടുള്ള വെള്ളം ഈ വെള്ളമാണ്. ഇങ്ങനെയുള്ള വെള്ളങ്ങളെല്ലാം കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അബൌട്ട് 3/4 of our earth contains water. അതുകൊണ്ടാണ് ബ്ലൂ കളറിൽ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എർത്ത് ബ്ലൂ കളറിൽ മോസ്റ്റ് ഓഫ് ദി പാർട്സ് ഓഫ് our earth is covered by blue color. Why? നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3/4 of our earth is covered by water. That's why blue color. അതുകൊണ്ടാണ് നീല കളറ്, നീല നിറം എന്ന് നമ്മൾ പറഞ്ഞതാണ്, പല പ്രാവശ്യങ്ങളായിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അത്രയും ഭാഗം വെള്ളമുണ്ടെന്നും ആ വെള്ളത്തിനെയാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പൊ ബയോസ്ഫിയറിലെ 2 ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. ലിത്തോസ്ഫിയർ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോസ്ഫിയർ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. Hydrosphere means all the liquid and solid form of water is called hydrosphere. അല്ലേ? That's okay. അതാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ഒരു ഹൈഡ്രോസ്ഫിയർ നമ്മൾ പരിശോധിക്കുന്നതിന് മുമ്പ് what are the remedies or which are the alternatives to the lithosphere or the polluted lithosphere? ലിത്തോസ്ഫിയർ ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇതിന്റെ ഡീക്കേയും മരണത്തിനും കാരണമായിട്ടുള്ളത് നമ്മളാണ്, ഞാനാണ്, നിങ്ങളാണ് എന്നുള്ളത് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അതിന് എന്താണ് ഒരു ആൾട്ടർനേറ്റീവ്, ഒരു പരിഹാരം, ഒരു ബദൽ മാർഗം? പാടത്ത് നിന്നിട്ട് ക്ലേ എടുത്താലല്ലേ പാടിന്ന് നശിക്കുള്ളൂ, ഡിക്കേയിങ് ഓഫ് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അതിന് പകരമായിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് എന്ത്? പല ഫാക്ടറീസും യൂസ് ക്ലേ. ഫാക്ടറികൾ ക്ലേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലേ കൊണ്ടുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്ന പല ഫാക്ടറികളുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ബ്രിക്സ്, ഇഷ്ടികകളെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, മെഷീൻസുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആ മാർഗം സ്വീകരിക്കാം. That is the alternative of bricks making by clay of field. ഫീൽഡിൽ നിന്നും വയലിൽ നിന്നും പാടത്തു നിന്നും ചെല്ലി കോരിയിട്ട് ഇഷ്ടികകൾ, ബ്രിക്സുകൾ ഉണ്ടാക്കുന്നതിന് പകരം വേസ്റ്റ് മെറ്റീരിയൽസ് ഫ്രം ദ ഫാക്ടറീസ്, വേസ്റ്റ് or that both in clay and plastic രൂപത്തിലും അതുപോലെ തന്നെ ക്ലേ രൂപത്തിലും പുറന്തള്ളുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് നിന്ന് നമുക്ക് ബ്രിക്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ഓരോ ബിൽഡിങ്ങുകളും കൺസ്ട്രക്ഷൻ അത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത്? മണലെടുക്കുന്നത്, പുഴകളിൽ നിന്ന് സാൻഡ് മൈനിങ് ഉണ്ടാക്കുന്നത്. അതിനെന്ത് ആൾട്ടർനേറ്റീവ്, അതിനെന്ത് പകരം നമ്മൾ കൊടുക്കും? യെസ്, നമ്മൾ കണ്ടിട്ടുണ്ട് പാറ പൊടിച്ച മണ്ണ്. പാറ പൊടിച്ച മീൻസ് പാറ ഓൾറെഡി ഡീക്കേ ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ മണ്ണുണ്ട്, അതുപോലെ തന്നെ സാൻഡ് രൂപത്തിലുള്ള മണ്ണുകളുണ്ട്. ഇതെല്ലാം നമുക്ക് സാൻഡ് മൈനിങ് ഫ്രം ദ റിവർ അത് റിഡ്യൂസ് ചെയ്യാൻ നമുക്ക് കഴിയും. അതാണ്
ആൾട്ടർനേറ്റീവ് ഓഫ് ലിത്തോസ്ഫിയർ, ഡിക്കേയിങ് ഓഫ് ലിത്തോസ്ഫിയർ എന്നുള്ളതിന് നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ കഴിയാം. ഇനി നമുക്ക് ഹൈഡ്രോസ്ഫിയറിലേക്ക് തന്നെ വരാം. സോളിഡ് ആൻഡ് ലിക്വിഡ് ഫോം ഓഫ് വാട്ടർ ഈസ് കാൾഡ് ഹൈഡ്രോസ്ഫിയർ. അപ്പൊ വാട്ടർ ആണ് പറയുന്നത്. ബയോസ്ഫിയറിന്റെ അടുത്ത സ്ഫിയർ ആണ് ഹൈഡ്രോസ്ഫിയർ. അതിൽ വാട്ടർ ആണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. വെള്ളമാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. വെള്ളം നമ്മൾ എന്തിനാ മോസ്റ്റ് ഓഫ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൺസ്യൂം ചെയ്യുന്നത്? For what we consume more, അല്ലെങ്കിൽ which preference we got water to consume? എന്തിനാണ്? For drinking. കുടിക്കുന്നതിനാണ് അല്ലേ? കുടിക്കുന്നതിലല്ലേ നമ്മൾ ഏറ്റവും പ്രിഫർ ചെയ്യുക വെള്ളം എന്ന് പറയുന്നത്. യെസ്, ആ ഒരു വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ ശുദ്ധജലം, നോട്ട് ഓൺലി ഡ്രിങ്കിങ്, ശുദ്ധജലം ഒരു ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം 3/4 നാല് ഭാഗം ഭൂമിയിലെടുത്ത് അതിൽ 3 ഭാഗം വാട്ടർ ആണെന്ന് നമുക്കറിയാം, അറിയുന്ന കാര്യമാണ്. ബട്ട് ഓൺലി 3%, വെറും 3% മാത്രമേ ഫ്രഷ് വാട്ടർ ഇൻ അവർ എർത്ത്. ഭൂമിയിൽ വെറും 3% മാത്രമാണ് നമ്മളെ കൺസ്യൂം ചെയ്യുന്ന വാട്ടർ, അതായത് ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്. അത്രയും അധികം വെള്ളം ഉണ്ടായിട്ടും ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വെറും 3%. In that cases we only consume 1%. 3% ഫ്രഷ് വാട്ടർ ഉണ്ടെങ്കിലും ബാക്കി 97% ഫ്രഷ് വാട്ടർ അല്ല എന്നർത്ഥം. എങ്കിൽ കൂടി in the 3% we only consume 1%. ഈ ഒരു 3% ഫ്രഷ് വാട്ടർ ഉണ്ടെങ്കിലും അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് വെറും 1% മാത്രമാണ്. ബാക്കിയുള്ളതിന്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാഞ്ഞിട്ടാണോ? യെസ്, നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാഞ്ഞിട്ടാണ്. ബാക്കിയുള്ളത് ഒന്നുകിൽ മൗണ്ടൻസിലായിരിക്കും, മൗണ്ടൻ റീജിയനിലായിരിക്കും, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നോർത്തിലും സൗത്തിലും പോളാർ സിസ്റ്റത്തിൽ ഫ്രോസൺ കട്ട പിടിച്ച് സോളിഡ് ഫോമിലായിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ദി സീ അല്ലെങ്കിൽ അണ്ടർ ദി എർത്ത് ആയിരിക്കും, അടിയിലായിരിക്കും. അടിയിൽ മീൻസ് അടിത്തട്ടിലായിരിക്കും, നമുക്ക് കിട്ടാത്ത സ്ഥലങ്ങളിലായിരിക്കും ശുദ്ധജലം ഒഴുകുന്നത്. So, in the 3% of fresh water, we only consume 1% of water.